ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന ഗീത ചേച്ചിയുടെ വീട്. വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കെന്തെങ്കിലും മനസ്സിലായോ? വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഒരു പാർലറാണ്. സാധാരണ ഒരു ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെയുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫുൾ പാർലറായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാരലായിട്ടുള്ള റൈറ്റ് സൈഡ് ഒരു ടൈലറിങ് സെക്ഷനാണ്. നമ്മൾ എന്ത് ഡിസൈൻ കൊടുത്താലും അതേ രീതിയിൽ അവർ സ്റ്റിച്ച് ചെയ്ത് തരും. അതിന് പുറമെ എംബ്രോയിഡറി വർക്കും ആരി വർക്കെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി സാരി ഡ്രേപ്പ് ചെയ്ത് തരും. അതായത് നമ്മളെന്തെങ്കിലും ഫംഗ്ഷന് സാരി കൊടുക്കുകയാണെങ്കിൽ അത് ഫ്ലീറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് ഡ്രേപ്പ് ചെയ്ത് റെഡിയാക്കി തരും. കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. നല്ല രീതിയിൽ ഇത് രണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ഒരാൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കഥാപാത്രം ഗീത ചേച്ചി. ഞാൻ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആയിരുന്നു. അപ്പോൾ നഴ്സിംഗ് ഭയങ്കര ഇഷ്ടപ്പെടങ്ങ് തിരഞ്ഞെടുത്തൊരു ജോലിയായിരുന്നു. പക്ഷേ അത് എനിക്ക് അങ്ങോട്ട് സക്സസ് ആകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല അന്നൊക്കെ പ്രൈവറ്റ് ഫേമിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം അന്നത്തെ ശമ്പളവും കാര്യങ്ങളും നമുക്കൊന്നും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ ശരിക്കും ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിലോട്ട്. മാത്രമല്ല അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇങ്ങനെ ബ്യൂട്ടീഷ്യന്മാരോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. കാരണം ഒന്നുകിൽ ബ്യൂട്ടീഷ്യനായിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എയർ ഹോസ്റ്റസ് ആയിരുന്നു എൻ്റെ താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എന്നാൽ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ ഞാൻ ബ്യൂട്ടീഷ്യൻ തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ എന്താ പറയുക, നമുക്ക് സന്തോഷം, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുകയും അതിനൊപ്പം ഒരു സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞൊരു വരുമാനം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ശരിക്കും തിരിഞ്ഞത്. ഇപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം, നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുന്നുണ്ട്, കൂട്ടത്തിൽ നല്ലൊരു വരുമാനം എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാപ്പിയാണ് കാര്യത്തിൽ. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗീത ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആരുമില്ല അല്ലേ? ഈ എല്ലാ വർക്കും ഞാനിപ്പോൾ കാണിച്ച നേരത്തെ പറഞ്ഞ സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയിഡറി വർക്ക്, ആരി വർക്ക്, മറ്റേ സാരി ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുന്നത്, പാർലറിൻ്റെ വർക്ക്, ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു ടൈം മാനേജ്മെൻറ്റ്? ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ 24 hours എൻ്റെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡാണ്. ഞാൻ ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ആക്ച്വലി. കാരണം ഞാൻ ഒരു സിനിമയ്ക്ക് പോലും ഞാൻ പോയി അങ്ങനെ ഇരിക്കാറില്ല. തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പരിപാടിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് എൻ്റെ മൈൻഡ് ഒരിക്കലും ഇരിക്കത്തില്ല. അപ്പോൾ അത് കാരണം എന്താ, ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹെൽപ്പിന് ആരുമില്ല. ഇല്ലാത്തതെന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ല. ഇപ്പോൾ സ്റ്റാഫിനെയൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ലീവ് എടുത്ത് പോകാം. അപ്പോൾ അതേസമയം എനിക്ക് ഈ കസ്റ്റമേഴ്സായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്കത് ചെയ്തു കൊടുക്കണമെങ്കിൽ ഞാൻ ഇത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുന്നതും എനിക്കറിയാവുന്നതും മാത്രമേ ഞാൻ അവിടെ ചെയ്യുന്നുള്ളൂ. ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണം. അവർ വന്ന് എനിക്കത് ചെയ്ത് തന്നതിന് ശേഷം എനിക്കത് കസ്റ്റമേഴ്സിനോട് എനിക്ക് അവർക്ക് ഡേറ്റ് പറഞ്ഞില്ലേ നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് നമുക്ക് തിരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ സ്ത്രീകൾ ഇങ്ങനെയുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാകും, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടാകും. പക്ഷെ അവർക്കൊരു ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്കറിയാലോ, വരുമാനം സ്വന്തമായിട്ടില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ മടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വൈറ്റ് കോളർ ജോബിനോട് ഏറ്റവും കൂടുതൽ എല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, ഒരു ഗവൺമെൻറ് ജോലി വേണം, ഇതൊക്കെയാണ് എല്ലാവരുടെയും ഒരു. പക്ഷേ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതും നമുക്ക് സ്വന്തമായിട്ട് വരും. നമ്മൾ എല്ലാ കാര്യങ്ങളും നടന്നു പോകണം. നമ്മുടെ ഫാമിലി കാര്യങ്ങളായാലും എൻ്റെ കാര്യങ്ങളായി നടന്നു പോകുന്നൊക്കെ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ടൊന്ന് എല്ലാവർക്കും കഴിവുണ്ടെന്നേ. എല്ലാ മനുഷ്യർക്കും അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളിങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവരതെല്ലാം പുറത്ത് കൊണ്ടുവരിക, അതൊരു വരുമാനമായിട്ട് മാറ്റുക. ഇതൊക്കെ എനിക്കൊരു വലിയ താല്പര്യമുള്ള കാര്യം. സ്ത്രീകളെ സംബന്ധിച്ചൊരു വരുമാനം നിർബന്ധമായിട്ട് ആവശ്യമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്
എല്ലാ സ്ത്രീകളും എന്നെ സംബന്ധിച്ച് ഞാൻ പറയായിരുന്നു, ആരും മോശക്കാരല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകളെ സംബന്ധിച്ച് ആരും മോശക്കാരല്ല, എല്ലാവർക്കും ഉണ്ട് കഴിവ്. അവരെല്ലാം ഇത് തേച്ച് മിനിക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകണം, പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം. ഇപ്പോൾ ഗീത ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇത് കണ്ട ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഗീത ചേച്ചിയുടെ സ്ഥാപനം ലവ് ആൻഡ് ഗ്ലോ പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെൻറ്റർ ഇത് പ്രവർത്തിക്കുന്ന ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വളരെ അടുത്തായിട്ട്.